Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Derive one dimensional wave equation. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ വേവ് ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് കൺസിഡർ ഇതിന്റെ പ്രൂഫ്. Consider an elastic string of length L, tightly stretched between two points O and E. 2 points O and E. The string is then disturbed. At time t equal to 0. At time t equal to 0, and it is released. Time t equal to 0, and it is released. Time t equal to 0, it is released and allowed to vibrate. So നമ്മളൊരു സ്ട്രിംഗ് ഇത് O എന്റെ ഇത് A ലെങ്ത് എന്നുള്ള സ്ട്രിംഗ് രണ്ട് വശത്തും വലിച്ചു കിട്ടിയിരിക്കുകയാണ്. ലെങ്ത് സ്ട്രിംഗ് ആണിത്. ഇത് നമ്മൾ ചെയ്യണം എന്താണ്? Consider elastic string of length L tightly stretched between 2 points O and A. O എന്ന പോയിന്റ് A എന്ന പോയിന്റിൽ വലിച്ചിങ്ങനെ കിട്ടിയിരിക്കുകയാണ്. Then string is then disturbed at time t equal to 0. It is released and allowed to vibrate. അങ്ങനെ വൈബ്രേഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ കുറച്ച് അസംഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസ്യൂം ദ ഫോളോയിങ്. എന്തൊക്കെയാണ് അസ്യൂം ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിന്റ്, the motion take place entirely in one plane. ഒന്നാമത്തെ അസംഷൻ എന്താണ്? The motion take place in one plane. And in this plane each particle moves. Moves in a direction perpendicular to equilibrium position of the string. Perpendicular to equilibrium position of the string. ഒന്നാമത്തെ അസംഷൻ എന്താണ്? The motion take place in one plane. ഇതിന്റെ ഈ വേവിക്കേഷന്റെ റിസൾട്ട് ഡെറൈവ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് അസംഷൻസ് ആവശ്യമുണ്ട്. ഈ അസംഷൻസ് മാത്രമായിട്ട് എക്സാമിനേറ്റ് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ അസംഷൻ ദ ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ അസംഷൻ എന്താണ്? The motion take place in one plane, and in this plane each particle moves in a direction perpendicular to the equilibrium position of the string. ഒന്നാമത്തെ അസംഷൻ ആണ്. ഇനി രണ്ടാമത്തെ അസംഷൻ എന്താണ്? ടെൻഷൻ T in string is constant. Tension T in string is constant. ഇതാണ് രണ്ടാമത്തെ അസംഷൻ.
രണ്ടാമത്തെ അസംഷൻ ടെൻഷൻ ടി ഇൻ സ്ട്രിംഗ് ഈസ് കോൺസ്റ്റന്റ്. മൂന്നാമത്തെ അസംഷൻ എന്താണ്? തേർഡ് അസംഷൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഇൻനെഗ്ലിജിബിൾ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ ആണ് മൂന്നാമത്തെ അസംഷൻ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ. ഇനി നമുക്ക് നാലാമത്തെ അസംഷൻ ഇതാ, ഫോർത്ത് അസംഷൻ. നാലാമത്തെ അസംഷൻ എന്താണ്? സ്ട്രിംഗ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. സ്ട്രിംഗ് ഈസ് perfectly elastic. String is perfectly elastic, uniform and does not resistance for binding. Does not resistance for binding. ആണ് നാലാമത്തെ കണ്ടീഷൻ, അസംഷൻ. ഇനി അഞ്ചാമത്തെ അസംഷൻ എന്താണ്? ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ. ഇങ്ങനെ ഈ 5 അസംഷന്റെ ബേസിലാണ് നമ്മൾ ഈ റിസൾട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ അസംഷൻ എന്താണ്? ദ മോഷൻ ടേക്ക് പ്ലേസ് entirely in one plane, and in this plane each particle moves in a direction perpendicular to equilibrium position of the string. ഒന്നാമത്തെ അസംഷൻ ആണ്. The second assumption, tension T in string is constant. മൂന്നാമത്തെ അസംഷൻ എന്താണ്? Gravitational force is negligible. നാലാമത്തെ അസംഷൻ, string is perfectly elastic, uniform and does not resistance for binding. അടുത്ത friction is negligible. അപ്പൊ ഈ 4-5 അസംഷന്റെ ബേസിലാണ് നമ്മൾ റിസൾട്ട് ഡിറൈവ് ചെയ്തെടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ O as the origin, OA എന്ന് പറഞ്ഞാൽ x ആക്സിസ് എടുക്കുക. OA എന്നുള്ളത് നമ്മൾ x ആക്സിസ് എടുക്കുക. അടുത്ത കേസ് നോക്കാം. ഇവിടെ നമുക്ക് ഈ അസംഷന്റെ ബേസിൽ 5 അസംഷൻ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് O എന്ന് പറയുന്നത് O as origin. ഈ O എന്നുള്ളത് ഒറിജിൻ ആണ്. ആൻഡ് OA എന്നുള്ളത് x ആക്സിസ് എടുക്കുക. OA എന്നുള്ളത് x ആക്സിസ്. Then line perpendicular through O. is ഈ ഇവിടെ ഓയിലൂടെ ഇതിനെയാണ് നമ്മൾ y ആക്സിസ്. ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇതിനാണ് y ആക്സിസ് എന്ന് പറയുന്നത്. ഇതിപ്പോ x ആക്സിസ് ആയിട്ട് എടുക്കുന്നു, ഇത് y ആക്സിസ് ആയിട്ട് എടുക്കുന്നു. പെർപെൻഡിക്കുലർ ടു y ആക്സിസ്, ഇതിപ്പോ y ആക്സിസ്. ലൈൻ പെർപെൻഡിക്കുലർ ത്രൂ O എന്നുള്ളത് y ആക്സിസ്. അപ്പോൾ OA എന്നുള്ളത് x ആക്സിസും ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെ നമ്മൾ y ആക്സിസ് ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? PQ where PXY, ഇവിടെ നമ്മൾ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. വരച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ സ്ട്രിംഗ് ഇതാണ്. ഇവിടെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്ട്രിംഗ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇവിടെ 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. P എന്നൊരു പോയിന്റും Q എന്നൊരു പോയിന്റും. 2 പോയിന്റ്, P എന്ന പോയിന്റും Q എന്ന പോയിന്റ്. ഇനി ഈ Q എന്ന പോയിന്റിലൂടെ നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കാം. അപ്പൊ നമുക്കൊരു ആംഗിൾ ഉണ്ട്. അതുപോലെ തന്നെ ക്യൂയിലൂടെ ഒരെണ്ണം വരയ്ക്കാം. ക്യൂയിലൂടെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ പിയിലും വരച്ചു, ക്യൂയിലും വരച്ചു. അപ്പൊ ഈ ആംഗിൾ നമ്മൾ സൈൻ എടുക്കാം. ഈ ആംഗിള് സൈ പ്ലസ് ഡെൽറ്റ സൈ, ചെറിയൊരു വ്യത്യാസമാണ് സൈ പ്ലസ് ഡെൽറ്റ സൈ. അപ്പൊ ഇത് പിയിലൂടെ, ഇത് ക്യൂയിലൂടെ വന്ന ലൈനാണ്. അപ്പൊ ഈ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സൈ പ്ലസ് ഡെൽ സൈ.
സൈയും സൈ പ്ലസ് ഡെൽ സൈ നമ്മൾ എടുക്കുന്നു. ഈ പി ക്യൂ പി എക്സ് വൈ, പി എന്നുള്ള പോയിന്റ് നമുക്ക് എക്സ് വൈ എടുക്കാം. പി എന്നുള്ള പോയിന്റ് എക്സ് വൈ. ക്യൂ എന്നുള്ള പോയിന്റ് എന്തെടുക്കാം? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ. പി എന്നുള്ള പോയിന്റ് എക്സ് വൈയും ക്യൂ എന്നുള്ള പോയിന്റ് വൈ പ്ലസ് ഡെൽറ്റ വൈ. And the psi and the psi plus delta psi are angles made by the tangent, made by the tangent at P and Q. ഈ പോയിന്റിലൂടെ ഉണ്ടാകുന്ന ടാൻജന്റ് ആണ് ഈ ആംഗിൾ ആണ് സൈ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് സൈ പ്ലസ് ഡെൽ സൈ. അപ്പോൾ സൈ ആൻഡ് സൈ പ്ലസ് ഡെൽ സൈ ആർ ആംഗിൾസ് മെയ്ഡ് ബൈ ദ ടാൻജന്റ് അറ്റ് പി ആൻഡ് ക്യൂ. അത് എഴുതി വെക്കാം. അപ്പൊ ഇവിടെ പി ക്യൂ എന്ന് പറയുന്നത് പി ക്യൂ വെയർ പി എന്നുള്ള പോയിന്റ് എന്താണ്? പി എന്നുള്ള പോയിന്റ് എക്സ് വൈ ആൻഡ് ക്യൂ എന്നുള്ള പോയിന്റ് എന്താണ്? ക്യൂ എന്നുള്ള പോയിന്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ, വൈ പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ വൈ. Then psi and psi plus del psi എന്ന് പറഞ്ഞാൽ എന്താണ്? സൈയും സൈ പ്ലസ് ഡെൽ സൈ എന്ന് പറഞ്ഞാൽ ആർ ആംഗിൾസ് made by the tangents, angles made by the tangents at P and Q, at P and Q. P യിലും Q യിലും ഉണ്ടാകുന്ന ടാൻജന്റ് ആണ്. അത് ഈ ഇത് വരയ്ക്കുമ്പോൾ ഇവിടെ എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ ആണ് സൈ, ഇവിടെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് സൈ പ്ലസ് ഡെൽ സൈ. അപ്പോൾ സൈ ആൻഡ് സൈ പ്ലസ് ഡെൽ സൈ ആർ ആംഗിൾസ് മെയ്ഡ് ബൈ ടാൻജന്റ് അറ്റ് P ആൻഡ് Q. ഇനി ലെറ്റ് M be the mass per unit length. Mass per unit length. Let M be the mass per unit length. Ni dou square y by dou t square എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എടുക്കാം. ഇതില് m എന്നുള്ളത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എടുക്കുക. ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ളത് ആക്സിലറേഷൻ ആയിട്ട് നമ്മൾ എടുക്കുക. ആക്സിലറേഷൻ. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എം ബി ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എടുത്തു, ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ള ആക്സിലറേഷൻ എടുത്തു. ഇനി നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദിസ് എലിമെന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് acting on this element എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? vertical components of force acting on this element is equal to ഇതാണ് T into നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് എന്നുള്ള T into T sin psi plus del psi minus T sin psi. അതിന്റെ T നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. T കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ sin psi plus del psi minus sin psi. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈനിന് പകരം അപ്രോക്സിമേറ്റ് ഈക്വൽ ചെയ്തിട്ട് എഴുതാം. സൈന് പകരം ടാൻ ആക്കാം. ടാൻ രണ്ടും അപ്രോക്സിമേറ്റ് ഈക്വൽ ആയിട്ട് അതിന്റെ പേരില് ഇവിടെ നമ്മൾ ടാൻ സൈ പ്ലസ് ഡെൽറ്റ സൈ ബൈ ടാൻ സൈ. അപ്പൊ വെർട്ടിക്കൽ ഫോഴ്സില് നമുക്ക് സൈൻ സൈ പ്ലസ് ഡെൽ സൈ എന്നുള്ളത് മൈനസ് സൈൻ സൈ എന്നുള്ളത് ഈക്വൽ ടു ടാൻ സൈ പ്ലസ് ഡെൽ സൈ മൈനസ് ടാൻ സൈ. ഇനി ടാൻ വരുമ്പോ നമുക്കറിയാം അത് എന്താണത്? ടാൻ വരുമ്പോ അത് ഡോ വൈ ബൈ ഡോ എക്സ് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ എക്സ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ടി ഇൻടു ടാൻ സൈ പ്ലസ് ഡെൽ സൈക്ക് പകരം എന്ത് എഴുതാം?
dou y by dou x at dou y by dou x at p. അല്ലേ dou y by dou x at p. dou y by dou x at o മൈനസ് അതുപോലെ അടുത്ത് dou y by dou x dou y by dou x at q. ഇത് p യും അപ്പോൾ നമുക്ക് tan psi plus del psi എന്നുള്ളത് dou y by dou x at p. അതുപോലെ tan psi എന്ന് പറഞ്ഞാൽ dou y by dou x at q. നമ്മുടെ പോയിന്റ് ഏതാണ്? p യും q ആണ്. p യും q ആണ്. അപ്പോൾ dou by dou x ഇവിടെ q ആണ്. ആദ്യം q ഇവിടെ p. കാരണം p യിലുള്ള ആംഗിൾ ആണ് psi, q യിലുള്ള ആംഗിൾ ആണ് psi plus del psi. അപ്പോൾ tan psi plus del psi എന്ന് പറയുമ്പോൾ dou by dou x at q ആണ്. ഇത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ tan psi എന്ന് പറഞ്ഞാൽ dou by dou x at p. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. വെർട്ടിക്കൽ ഫോഴ്സ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദിസ് എലമെന്റ് എന്നുള്ള എന്ത് കിട്ടി നമുക്ക്? t into dou y by dou x at q minus dou y by dou x at p. ഇനി നമുക്ക് by Newton's third law, by Newton's second law, by Newton's second law അനുസരിച്ച് by Newton's second law F is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട് F is equal to ma, mass into acceleration. F is equal to mass into mass of the elements, mass of the elements into acceleration, mass of the element into acceleration. F is equal to ma by Newton's second law. F is equal to ma, mass of the element into acceleration. Mass of the element നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ m എന്നാ പറഞ്ഞത്. m അല്ലേ? m എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് mass of the element ആവുമ്പോൾ F is equal to m delta x, m delta x into acceleration എന്തായിരുന്നു? acceleration എന്ന് പറഞ്ഞാൽ dou square y by dou t square. acceleration dou square by dou t square. അപ്പോൾ F is equal to m delta x dou square by dou t square. ഇവിടെ നമുക്ക് വേറൊരു വെർട്ടിക്കൽ ഫോഴ്സ് കിട്ടിയത് എന്താണ്? t into dou by dou x at q minus dou by dou x at p. ഇവിടെ കിട്ടിയത് എന്താണ്? F is equal to m delta x into dou square by dou t square. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം from 1 and 2, from 1 and 2, 1 and 2 അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? This is equal to m into delta x, m into delta x dou square y by dou t square is equal to t into dou y by dou x at q minus dou y by dou x at p. ഇത് this is equal to എന്ത് എഴുതാം? dou square y by dou t square എന്നുള്ളത് എന്ത് എഴുതാം? t into ഇവിടെ നമുക്ക് dou y by dou x at q minus dou y by dou x at p divided by ഇവിടുത്തെ ഡെൽറ്റ എക്സ് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ ടി ബൈ എം എന്ന് എഴുതാം, ഇവിടെ നമുക്ക് ഡെൽറ്റ എക്സ്. അപ്പോൾ ടി ബൈ എം ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ക്യൂ മൈനസ് ഡോ ബൈ ഡോ എക്സ് അറ്റ് പി എന്ന് എഴുതാം. ഡോ ബൈ ഡോ എക്സ് അറ്റ് പി എന്ന് എഴുതാം. ഇനി ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഈ ഡോ വൈ ബൈ നമുക്ക് ഇപ്പോ കഴിഞ്ഞ നമ്മള് പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് അല്ലെ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ബൈ ഡെൽറ്റ എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് വണ്ണില് ഡിഫറൻസിയേഷൻ പഠിച്ചു. ഇവിടെ നമുക്ക് ഡോ വൈ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യൂ മൈനസ് ഡോ വൈ ഡോ എക്സ് ഇൻറ്റു പി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു സംഭവം എന്തായിട്ട് മാറും? ദിസ് ഈസ് ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഇവിടെ നമുക്ക് എഫ് ഡാഷ് എക്സ് അല്ല എഫ് ഡബിൾ ഡാഷ് എക്സ് ആണ്. അതായത് ഇവിടെ ഡോ ആവുമ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പൊ നമുക്ക് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇത് നമുക്ക് ഒന്നും കൂടി എഴുതുമ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ടി ബൈ എമ്മിനെ വരെ നമുക്ക് സി സ്ക്വയർ കൊടുക്കാം. സി സ്ക്വയർ അപ്പൊ സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ
where c is equal to t by m. c ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ y ബൈ dou x square is equal to dou square y by dou t square. Well, t ആണ്. The dou square y by dou t square is equal to c square into dou square y by dou x square, where c is equal to t by m. ഇതാണ് വേവ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ വേവ് ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സ്ട്രിംഗ് എടുത്തു, അതിനുശേഷം രണ്ട് വശവും സ്ട്രെച്ച് ചെയ്തു, അതിനുശേഷം വൈബ്രേഷൻ കൊടുത്തു, അതിനുശേഷം കുറച്ച് അസംഷൻസ് നമ്മുടെ മനസ്സിൽ വേണം. ആ അസംഷൻസ് 3-4 അസംഷൻസ് എഴുതാം. അസംഷൻസിന്റെ ബേസിലാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുക. ആദ്യം നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് നമ്മൾ എടുത്തു. അവിടെയാണ് നമുക്ക് ടി ഇൻറ്റു സൈൻ സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് ടി സൈൻ എഴുതുക. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ. സൈനും ടാൻ നമ്മൾ ഈക്വലന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് സൈനിന് പോലെ നമ്മൾ ടാൻ ഉപയോഗിച്ചു. ടാൻ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഡോ ബൈ ഡോ എക്സ്, നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡി വൈ ബൈ ഡി എക്സ് ടാൻ തീറ്റ നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് and dou by dou x into sin. അപ്പോൾ ഇവിടെ നമുക്ക് അത് രണ്ടും കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഇവിടെ q എന്നുള്ള പോയിന്റ് എന്താണ്, x പ്ലസ് ഡെൽറ്റ എക്സ് y പ്ലസ് ഡെൽറ്റ y ആണ്. p എന്നുള്ള പോയിന്റ് എന്താണ്, എക്സ് വൈ ആണ്. p എന്നുള്ള പോയിന്റ് എക്സ് വൈ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഒരു സംഭവത്തെ എന്ത് എഴുതാം, ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ എഴുതാം. അതിന്റെ കാരണം എന്താണ്, f ഡാഷ് x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h ടെൻഡ്സ് ടു f ഓഫ് x പ്ലസ് മൈനസ് f ഓഫ് x ഡെൽറ്റ x നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സ്, ഡോ വൈ ബൈ ഡോ എക്സ് ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ എന്ത് വരും, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇത് രണ്ടും ടി ബൈ എമ്മിന് വരെ നമ്മൾ സി എന്നുള്ള പോയിന്റ് എടുത്ത് കഴിയുമ്പോൾ ടി ബൈ എമ്മിന് വരെ നമ്മൾ സി സ്ക്വയറിന് കൊടുക്കും. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി ബൈ എം. അപ്പൊ നമുക്ക് വേവ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്, dou square y by dou t square equal to c square into dou square y by dou square. This partial differentiation is known as one dimensional wave equation. ഈ partial differentiation ആണ് നമ്മൾ എന്ത് വിളിക്കുക, one dimensional wave equation എന്ന് വിളിക്കുക. one dimensional wave equation എന്ന് വിളിക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് അസംഷൻസിന്റെ ബേസിലാണ്. 5 അസംഷൻസ് ഉണ്ട്. ആ അസംഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ വേവ് ഇക്വേഷന്റെ രണ്ടോ മൂന്നോ അസംഷൻ എഴുതാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ആ 5 എണ്ണത്തിൽ ഏതെങ്കിലും 2-3 അസംഷൻ നമുക്ക് എഴുതി വെക്കാം. അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 2 ടൈപ്പിലുള്ള ഫോഴ്സ് ആണെന്ന് 2 ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേവ് ഇക്വേഷന്റെ one dimensional wave equation കിട്ടും. അതിന്റെ ആൻസർ എന്താണ്, ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.